ഹലോ, ഗെറ്റ് റെഡി വിത്ത് മീ ദിസ് കോൾ. നോമ്പായോണ്ട് തന്നെ രാവിലെ എണീറ്റ് കിട്ടാൻ എന്തൊരു പണിയാണ്. പക്ഷെ പറഞ്ഞിട്ട് അറിയില്ല, എണീക്കണം. എണീറ്റല്ലേ വരയ്ക്കും. ഇപ്പം സ്കൂളിൽ പോകുന്നത് പഠിക്കാനല്ല, പഠിപ്പിക്കാൻ. ക്യാമറ എല്ലാം എവിടെയല്ലോ സെറ്റാക്കി വെച്ചതാണ്. ഇതെന്നിട്ട് ഇപ്പം ഞാൻ ഇവിടെ എടുത്ത് എല്ലാം പോയി. അപ്പോൾ ഗൈസ്, നമുക്ക് തുടങ്ങിയാലോ. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സെല്ലാം ഇട്ട് ആദ്യം തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഫേസ് സിറം. അപ്പോൾ ഫേസ് ഫുള്ള് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് പ്ലിക്സിൻ്റെ ഫേസ് സിറം കേട്ടോ. ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചായിട്ടേ ഉള്ളൂ, ഒരു വൺ മന്ത് ആയിട്ടേ ഉള്ളൂ. നല്ല റിസൾട്ട് ഉണ്ട്, എനിക്കുണ്ട്. നല്ല റിവ്യൂസും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് വാങ്ങിയതായിരുന്നു. പക്ഷേ അടിപൊളി സാധനം, കൊള്ളാം, എനിക്കിഷ്ടമായിട്ടുണ്ട്. ഇനി അടുത്തതൊരു മോയ്സ്ചറൈസർ ഇടുന്നുണ്ട്. ഒന്നാമത് എനിക്ക് അധികം പ്രോഡക്ട്സിൻ്റെ ഫേസിൽ പറ്റൂല, അതുകൊണ്ടാണ് ഞാൻ ഇത്ര കാലം വേറെ അങ്ങനെയൊന്നും യൂസ് ചെയ്യാണ്ടുന്നത്. ഭയങ്കര പെട്ടെന്ന് ആക്നെ വരുന്ന ഒരു ടൈപ്പ് ഓയിലി സ്കിന്നാണ്. അപ്പോൾ അടുത്തത് സൺസ്ക്രീൻ. പൊതുവേ ഞാൻ പുറത്തു പോകുമ്പം സൂര്യനെ സൂചി കുത്താൻ പോലും സ്ഥലം എൻ്റെ മുഖത്ത് കൊടുക്കാറില്ല, എങ്കിലും സൺസ്ക്രീൻ മസ്റ്റാണ് മക്കളെ. പറഞ്ഞത് മൂപ്പർക്ക് പിടിച്ചില്ല, അതേ പോണു. തുറന്ന പാടന്നെ ഒരു തുള്ളി ചാടി. ആദ്യം ഇങ്ങനെ തൊട്ട് വെക്കും, പിന്നെ വാരി പുരട്ടും. അതാണ് എൻ്റെ ഒരു ശീലം. മുഖത്ത് എന്ത് തേക്കുന്നോ അത് കയ്യിൽ തേക്കൽ മസ്റ്റ് പോലും. കണ്ടില്ലേ, ടാൻ അടിച്ച് ഊപ്പാട് ഇളകിയിട്ടുണ്ട്. സൺസ്ക്രീൻ എന്ന കടമ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് എൻ്റെ കയ്യിലൊരു സാധനം ഉണ്ട്, വല്ലപ്പോഴും മാത്രമേ എടുത്ത് ഉപയോഗിക്കാറുള്ളൂ, ചീക്ക് ടിൻറ്റ്. ഇനി ഇതും കൂടി ഇട്ടില്ല എന്ന് വേണ്ട, ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നല്ലേ, ആർബടായിക്കോട്ടെ. നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഈ പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെയാണ് ഫിൽറ്റർ ഇടാണ്ട് വീഡിയോ ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇരിക്കേണ്ടത്. ഇതാ ഇപ്പോൾ പോലും കണ്ടില്ലേ. ഇനി ഈ സാധനം ഇല്ലാണ്ട് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഏതാ ഐലൈനർ. വേറെ പണ്ടേ ഉള്ള ഡാസ്ലറിന്റെ ഐലൈനർ ആട്ടോ യൂസ് ചെയ്യുന്നത്. ഈ സംഭവം ഇത്ര ടാസ്ക്. ഇപ്പോൾ ഫോൺ നോക്കിയിട്ടിട്ട് ദിഗംബരനാവും. ഞാൻ പോയി കണ്ണാടി നോക്കിയിട്ടിട്ട് വരാം. ഇനി കുറച്ച് മണമൊക്കെ ആവാം അല്ലേ, ഇങ്ങൊക്കെ ഇരിക്കട്ടെ. അപ്പോൾ ഒരുക്കപ്പാടുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വലിയ ഒച്ചയും ബഹളമൊന്നും ഇല്ലാണ്ട് ഞാനെല്ലാം ചെയ്ത് സൈഡിൽ നിന്ന് ആൾക്കാർ ഇറങ്ങുന്നുണ്ടേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഓൾ സെറ്റ് ഗോ എന്ന് വിചാരിക്കാൻ വരട്ടെ. എന്തൊക്കെയോ മറന്നല്ലോ. യെസ്, മൈ വാച്ച് കെട്ടിയ സ്ഥലം മാത്രം വെളുത്തു, ബാക്കിയെല്ലാം കപ്പ. ഇത്ര നേരം ഇതൊന്നും ഇട്ടില്ലായിരുന്നു. ഇപ്പം സെറ്റ്. ഇനിയാണ് മോനെ മെയിൻ സാധനം. ആദ്യമായിട്ട് ഈ സാധനം കൈ കിട്ടിയപ്പോൾ ഭയങ്കര അഭിമാനമായിരുന്നു. ഇപ്പോഴും ഇത് കഴുത്തി കിടക്കുന്നത് ഒരലങ്കാരം തന്നെ, നമ്മുടെ ID കാർഡ്. ഇതിനൊക്കെ ഇത്ര ബിൽഡപ്പ് വേണോ? കിടക്കട്ടെ. ഇനിയിപ്പോൾ ഒന്നും മറന്നു പോയിട്ടില്ലല്ലോ? ഇല്ല. അപ്പോൾ ഓൾ സെറ്റ്. ഇപ്പം സെറ്റ് ഗോ. ഓക്കേ. ടീച്ചറിലൊക്കെ വന്നാൽ കന്നഡ വേണ്ട, തൽക്കാലം കൂളിംഗ് ഗ്ലാസ് തന്നെ മൈ അതേ കിടക്കുന്നു എൻ്റെ മയിൽ വാഹനം. ഇപ്പം ഇട്ട സാധനങ്ങളൊന്നും പോരാൻ ഇതിൻ്റെ മേലെ ഒരു മാസ്ക് കൂടി കുത്തി കയറ്റിയാൽ എനിക്ക് സമാധാനം. ഓക്കെ, ബൈ.